ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി മാനി മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. എമ്പുരാൻ എന്ന ചിത്രം കണ്ടതിന് ശേഷം ലൂസിഫർ എന്ന ചിത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളും കഥയുമെല്ലാം വെച്ചുകൊണ്ട് സ്റ്റീഫൻ നെടുമ്പള്ളി അഥവാ ഖുറേഷി എബ്രാഹിം എന്ന ആ ഒരു ക്യാരക്ടറിൻ്റെ ഏജിൽ വന്നിരിക്കുന്ന ഒരു കൺഫ്യൂഷനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്കിനെ കുറിച്ചും അതോടൊപ്പം തന്നെ സ്റ്റീഫൻ നെടുമ്പള്ളിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ജതിൻ രാംദാസ്, പ്രിയദർശിനി രാംദാസ്, സെയ്ദ് മസൂദ് എന്നിവരുടെ ഏജിൽ വന്നിരിക്കുന്ന ചില കൺഫ്യൂഷനുകളെ കുറിച്ചെല്ലാമാണ് ഈ വീഡിയോയിലൂടെ പറയാനായി പോകുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് സിനിമയെ മോശമായി ചിത്രീകരിക്കാനോ ഡീഗ്രേഡ് ചെയ്യാനോ ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത്. പകരം സിനിമയിൽ വന്നിരിക്കുന്ന ആ ഒരു മിസ്റ്റേക്കിനെ കുറിച്ചും അത് അവർക്ക് എങ്ങനെ തരണം ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്ന് മാത്രമാണ് പറയാനായി ഉദ്ദേശിക്കുന്നത്. വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ സ്പോയിലറായി പോകണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൂസിഫർ എന്ന ചിത്രവും എമ്പുരാൻ എന്ന ചിത്രവും കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. കണ്ടതിന് ശേഷം മാത്രം വീഡിയോ തുടർന്ന് കാണുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. ആദ്യം തന്നെ ഈ ഒരു മിസ്റ്റേക്ക് വരുന്നത് അല്ലെങ്കിൽ ഈ ഒരു മിസ്റ്റേക്കിന്റെ തുടക്കമാകുന്നത് എമ്പുരാൻ സിനിമയുടെ അവസാനത്തിൽ 1981 സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ഫ്ലാഷ് ബാക്ക് സീനുകൾ കാണിക്കുമ്പോഴാണ്. പലരും അത് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ യങ് വേർഷൻ അല്ല, പകരം സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ അച്ഛനെയാണ് അവിടെ കാണിച്ചത് എന്നെല്ലാം പറഞ്ഞിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് സുകുമാരൻ തന്നെ ഒരു FB പോസ്റ്റിലൂടെ പ്രണവ് മോഹൻലാൽ ആ സ്റ്റീഫൻ എന്ന് കാണിച്ചുകൊണ്ട് അവിടെ കാണിച്ചിരുന്നത് സ്റ്റീഫന്റെ തന്നെ യങ് ആയിട്ടുള്ള വേർഷനാണെന്ന് ഉറപ്പിച്ചിരുന്നു. ഏകദേശം 15ാമത്തെ വയസ്സിലാണ് സ്റ്റീഫൻ നാട് വിട്ടു പോയെന്ന് പറയുന്നുണ്ട്. സോ എന്ത് തന്നെയായാലും സ്റ്റീഫനെ ഇവിടെ 1981 കാണിക്കുമ്പോൾ ആ ഒരു പ്രണവ് മോഹൻലാലിന്റെ ക്യാരക്ടറിന് ഏകദേശം ഒരു 20 അല്ലെങ്കിൽ അതിന് മുകളിൽ പ്രായം തോന്നിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ 20ലോട്ടൊന്നും പോകുന്നില്ല, കാരണം പ്രായം കൂടി പോകുന്നതിനനുസരിച്ച് ഈ ഒരു മിസ്റ്റേക്കിന്റെ ആക്കവും കൂടി വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 17-18 വയസ്സ് മാത്രം പ്രായമുള്ള ആളാണെന്ന് കരുതാം. അങ്ങനെ നോക്കുമ്പോൾ 1981 സ്റ്റീഫന് ഒരു 17-18 വയസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റീഫൻ ജനിച്ചിരിക്കേണ്ടത് 1963 64 ആണ്. അങ്ങനെ നോക്കുമ്പോൾ ലൂസിഫറിന്റെ കഥ നടക്കുന്നത് 2018 അത് PKRന്റെ ഡെത്ത് റിപ്പോർട്ടിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ഡേറ്റിലൂടെ തന്നെ നമുക്ക് മനസ്സിലാകുന്നതുമാണ്. സോ 1963 64 സ്റ്റീഫൻ ജനിച്ചിരിക്കുന്നതെങ്കിൽ 2018 ലൂസിഫറിന്റെ കഥ നടക്കുന്ന സമയത്ത് സ്റ്റീഫന് തീർച്ചയായിട്ടും 54-55 വയസ്സ് പ്രായം വരെയാണ്. ലൂസിഫറിനും 5 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് എമ്പുരാന്റെ കഥ നടക്കുന്നത്. സോ ആ സിനിമയുടെ കഥ നടക്കുന്ന സമയത്ത് സ്റ്റീഫന് 59-60 വയസ്സും പ്രായം വരേണ്ടതാണ്. എന്നാൽ സ്റ്റീഫനെ കാണിച്ചിരിക്കുന്നത് ഒരു 60 വയസ്സ് പ്രായമുള്ള ആളായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വേണമെങ്കിൽ മോഹൻലാലിന് ഓൾറെഡി തന്നെ അത്രയും പ്രായമെല്ലാം ഉണ്ട്, അതുകൊണ്ട് തന്നെ ആ ഒരു ക്യാരക്ടറിനെ കണ്ടാലും പ്രായം തോന്നിക്കാത്തതാണ് എന്നെല്ലാം പറയാം. എന്നാൽ അങ്ങനെയല്ല. ലൂസിഫറിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ വെച്ചുകൊണ്ട് കണക്ക് നിരത്തി തന്നെ ഈ ഒരു ഏജിന്റെ കാര്യത്തിൽ അവർക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെന്ന് വീഡിയോയിൽ തുടർന്ന് പറയുന്നതാണ്. എന്നാൽ അതിനു മുന്നേ ഈ ഏകദേശ രൂപങ്ങൾ വെച്ചുകൊണ്ട് കഥയിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് അവർക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പറഞ്ഞു പോകാം. അതിലിങ്ങനെ സ്റ്റീഫൻ എന്ന ആ ഒരു ക്യാരക്ടറിനെ ലൂസിഫറിൽ 55 വയസ്സുള്ളതായിട്ടും എമ്പുരാനിൽ 60 വയസ്സുള്ള ആളായിട്ടുമല്ല കാണിച്ചതെന്നാണ് നമുക്ക് കാഴ്ചയിലും കഥയിലൂടെയും തോന്നുന്നത്. ഇത് മാത്രമല്ല, ലൂസിഫറിൽ സ്റ്റീഫൻ നെടുമ്പള്ളിയെ PKR വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ പ്രിയദർശിനി എന്ന മഞ്ജു വാര്യറുടെ യങ് ആയിട്ടുള്ള വേർഷൻ കാണിക്കുന്നുണ്ട്. ഈ സമയം ഏകദേശം സ്റ്റീഫന്റെ വയസ്സിനോട് അടുത്തോ അല്ലെങ്കിൽ സ്റ്റീഫനെക്കാട്ടിലും 2-3 വയസ്സ് മാത്രം വ്യത്യാസമാണ് പ്രിയദർശിനിക്കെന്ന് കാണാം. പ്രിയദർശിനിക്ക് ആ സമയത്ത് 8 വയസ്സുണ്ടെന്ന് ഒരു സീനിൽ പറയുന്നുണ്ട്. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ സ്റ്റീഫന് ഒരു 10-11 വയസ്സ് മാത്രമേ വരികയുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ലൂസിഫറിൽ സ്റ്റീഫന് 55 വയസ്സുണ്ടെങ്കിൽ പ്രിയദർശിനിക്ക് ഒരു 53 വയസ്സെങ്കിലും പറയണം. എമ്പുരാനിലേക്ക് എത്തുന്ന സമയത്ത് അത് 58 ആകണം. അതായത് ഏകദേശം 60 വയസ്സിനോട്ടടുത്ത ഒരു ക്യാരക്ടറായിട്ടാണ് പ്രിയദർശിനി എമ്പുരാനിൽ വന്നിരിക്കുന്നത്. സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കാര്യം പറഞ്ഞതുപോലെ ആ ഒരു ക്യാരക്ടറിനെയും അവതരിപ്പിച്ചിരിക്കുന്നത് അത്രയും ഏജുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി ജതിനിലേക്ക് വരികയാണെങ്കിൽ യങ്ങായിട്ടുള്ള വെർഷൻ കാണിക്കുന്ന സമയത്ത് സ്റ്റീഫന് ഒരു 10 വയസ്സ് കൂട്ടുകയാണെങ്കിൽ ആ സമയം ജതിന്റെ അമ്മ ജതിനെ പ്രഗ്നന്റ് ആയിരിക്കുകയാണ്. അതായത് സ്റ്റീഫനും ജതിനുമായിട്ട് 10-11 വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. സോ അതായത് ലൂസിഫറിൽ സ്റ്റീഫനെ കാണിച്ചിരിക്കുന്നത് 55 വയസ്സാണെങ്കിൽ ആ സമയം ജതിന് 44 വയസ്സും 5 വർഷങ്ങൾക്ക് ശേഷം എമ്പുരാനിൽ കാണിക്കുമ്പോൾ 49 വയസ്സും വേണം. അതായത് 50 വയസ്സിനോടടുത്ത ജതിനെയാണ് നമ്മൾ എമ്പുരാനിൽ കണ്ടിരിക്കുന്നത്. എന്നാൽ ആ ഒരു ക്യാരക്ടറിനെ എമ്പുരാനിൽ കാണിച്ചിരിക്കുന്നതും പുറം രാജ്യത്ത് പഠിച്ചതിന് ശേഷം നാട്ടിലേക്ക് വരുന്നത് ഇത്രയും വലിയ ഏജിലായിട്ടൊന്നുമല്ല കാണിച്ചിരിക്കുന്നത്. ഇനി ഇതിനെക്കാട്ടിലെല്ലാം വലിയ രസം സെയ്ദ് മസൂദ് എന്ന ക്യാരക്ടറിനെയാണ്. ഈ ഒരു ക്യാരക്ടറിനെ എമ്പുരാനിൽ കാണിച്ചിരിക്കുന്നത് ആ ഒരു കലാപം നടക്കുന്ന സമയത്ത് ഇയാൾ ഒരു 14-15 വയസ്സെല്ലാമുള്ള ആ ഒരു ടീനേജർ കാലഘട്ടമാണ്. ഒത്തിരി മെച്യൂർഡ് ആയിട്ടില്ല, എന്നാൽ ഒരു കുട്ടിയെ പോലെയുള്ള ക്യാരക്ടറായിട്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. സിനിമയുടെ അവസാനത്തിൽ പറയുന്നുണ്ട് 23 വർഷങ്ങൾക്ക് മുന്നേ നിനക്ക് ഞാൻ തന്ന വാക്കാണ് പാലിക്കുന്നതെന്ന്. സോ ആ സമയം സെയ്ദ് മസൂദിന് ഒരു 15 വയസ്സ് കണക്കാക്കുകയാണെങ്കിൽ കൂടി 15ഉം 23ഉം ഏകദേശം ഒരു 38 വയസ്സാണ് എമ്പുരാനിൽ സെയ്ദ് മസൂദിന് പ്രസന്റ് കാലയളവിലുള്ളത്. അതേസമയം ഈ കാലയളവിൽ ജതിനുള്ളതോ ഏകദേശം 50നോടടുത്ത പ്രായവും. അതായത് സെയ്ദ് മസൂദിനെക്കാട്ടിലും 10-11 വയസ്സ് പ്രായം കൂടുതലുള്ള ഒരാളായിട്ടാണ് ജതിൻ എമ്പുരാനിൽ വന്നിരിക്കുന്നത്.
എന്നാൽ എമ്പുരാൻ കണ്ടതിന് ശേഷം എനിക്ക് തോന്നിയിട്ടുള്ളത് സ്റ്റീഫൻ ഈ രണ്ടുപേരെയും സഹോദരങ്ങളെ പോലെ കാണുന്നത് കൊണ്ട് മിക്കവാറും ഇവർക്ക് രണ്ടുപേർക്കും ഒരേ പ്രായമാണെന്നോ അല്ലെങ്കിൽ മാക്സിമം പോയാൽ 2-3 വയസ്സിന്റെ വ്യത്യാസം മാത്രമുള്ളവരാണെന്നും അതിൽ തന്നെ സെയ്ദ് മസൂദിനാകും ഈ പ്രായ കൂടുതലെന്നുമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നാൽ ഈ 1981 പ്രണവിനെ ഈ രൂപത്തിൽ കാണിച്ചിരിക്കുന്നതിലൂടെ നമ്മൾ കണക്ക് കൂട്ടുമ്പോഴാണ് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന ആ ക്യാരക്ടർ 60കളിൽ 63ലോ 64ലോ മറ്റോ ജനിച്ചിരിക്കണമെന്നും അതുകൊണ്ട് സ്റ്റീഫന് ഇത്രയും വയസ്സുണ്ടെന്നും പ്രിയദർശിനിക്ക് ഇത്രയും വയസ്സുണ്ടെന്നും ജെദിന് ഇത്രയും വയസ്സുണ്ടെന്നും അതുകൊണ്ട് തന്നെ സെയ്ദ് മസൂദും ജെദിനുമായി ഇത്രയും വ്യത്യാസമുണ്ടെന്നെല്ലാം വന്നു പോകുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യത്തിലേക്ക് വരാം. അതായത് സ്റ്റീഫന് 60 വയസ്സുണ്ട്, ജെദിന് 50 വയസ്സുണ്ട്, പ്രിയദർശിനി രാംദാസിനും ഏകദേശം 50നോടടുത്ത പ്രായമുണ്ട്. എന്നാൽ ഇവരെ കണ്ടാൽ അങ്ങനെയൊന്നും തോന്നാത്തതാണ് എന്നൊരു ന്യായമുണ്ടല്ലോ. ആ ഒരു കാര്യം വെച്ചുകൊണ്ട് ലൂസിഫറിൽ പറഞ്ഞിരിക്കുന്ന ചില ഡയലോഗുകളും മറ്റും പരിശോധിക്കുമ്പോൾ ഇങ്ങനെ അവരെ കണ്ടാൽ പ്രായം തോന്നില്ല എന്നത് കൂടാതെ കണക്കുകളിലൂടെയും ഇവർക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ലൂസിഫറിൽ ഫാസിലിന്റെ പള്ളിയിലച്ചൻ ക്യാരക്ടർ സ്റ്റീഫനോട് സംസാരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് 15ാമത്തെ വയസ്സിൽ നാട് വിട്ടുപോയ നീ പിന്നീടുള്ള 26 വർഷം എവിടെയായിരുന്നുവെന്ന്. അതായത് സ്റ്റീഫൻ നെടുമ്പള്ളി കുഞ്ഞിലെ PKRന്റെ കയ്യിൽ എത്തിയതിനു ശേഷം 15ാമത്തെ വയസ്സിൽ നാട് വിട്ടു പോവുകയും പിന്നീട് 26 വർഷം കേരളത്തിലേക്ക് വരാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സിനിമയിൽ മറ്റൊരു ഭാഗത്ത് ഈ സ്റ്റീഫന്റെ പേര് വീണ്ടും കേരളത്തിൽ കേട്ടു തുടങ്ങിയത് 6 വർഷം മുന്നേ ആണെന്ന് പറയുന്നുണ്ട്. സോ ഏകദേശം ഒരു 6-7 വർഷം മുന്നേ ആയിരിക്കണം സ്റ്റീഫൻ വീണ്ടും കേരളത്തിലേക്ക് തിരിച്ചെത്തിയിട്ടുള്ളത്. ഈ സമയം സിനിമയുടെ കഥ നടന്നുകൊണ്ടിരിക്കുന്നത് 2018ലാണ്. സോ 6 വർഷം മുന്നേ സ്റ്റീഫൻ കേരളത്തിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ 2012 സ്റ്റീഫൻ കേരളത്തിലേക്ക് തിരിച്ചെത്തിയിട്ടുള്ളത്. ഇതിനും 26 വർഷങ്ങൾക്ക് മുന്നെയാണ് 15ാമത്തെ വയസ്സിൽ സ്റ്റീഫൻ നാട് വിട്ടുപോയത്. സോ 2012നും 26 വർഷം മുന്നേ എന്ന് പറയുമ്പോൾ 1986ലാണ് 15ാമത്തെ വയസ്സിൽ സ്റ്റീഫൻ നാട് വിട്ടുപോയത്. സോ 1986 സ്റ്റീഫന് 15 വയസ്സ് മാത്രം പ്രായമാണ് ഉള്ളതെങ്കിൽ എമ്പുരാന്റെ അവസാനം 1981 സ്റ്റീഫനെ കാണിക്കുമ്പോൾ അവിടെ സ്റ്റീഫന് 10 വയസ്സ് മാത്രമാണ് പ്രായം വരേണ്ടത്. എന്നാൽ നിങ്ങൾക്കറിയാം പ്രണവിനെ ആ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു 10 വയസ്സുകാരനായിട്ടൊന്നുമല്ല, ഒരു 20-25 വയസ്സെല്ലാം തോന്നിക്കുന്നൊരു പ്രായമാണ്. എന്നിട്ടും നമ്മൾ ഈ വീഡിയോയിൽ അത്രയും പറയാതെ പോകുന്നത് അത്രയും വയസ്സ് കൂടി വരുന്നതിനനുസരിച്ച് ആ ഒരു മിസ്റ്റേക്സിന്റെ വലിപ്പവും കൂടി പോകും. അതുകൊണ്ടാണ് മാക്സിമം കുറച്ച് ഒരു 17-18 വയസ്സുള്ളതാണ് എന്ന രീതിയിൽ പറഞ്ഞത്. സോ അങ്ങനെ നോക്കിയാൽ പോലും ഈ ഒരു ലുക്കിൽ സ്റ്റീഫൻ എന്ന ക്യാരക്ടറിന് വെറും 18 വയസ്സേ ഉള്ളൂ എന്ന് നോക്കിയാൽ പോലും ഏകദേശം 8 വയസ്സിന്റെ ഡിഫറൻസ്, 8 വയസ്സിന്റെ ഒരു മിസ്റ്റേക്സ് ചിത്രത്തിൽ തന്നെ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് സ്റ്റീഫനും ജെദിനും പ്രിയദർശിനിക്കുമെല്ലാം 60, 50, 58 വയസ്സെല്ലാം ചിത്രത്തിലുണ്ട്. എന്നാൽ അവർക്ക് പ്രായം തോന്നിക്കാത്തതാണ് എന്ന് ന്യായീകരിക്കാനൊന്നും പറ്റില്ല. പകരം ഇങ്ങനെ ഒരു 8-10 വയസ്സിന്റെ ഡിഫറൻസ്, അങ്ങനെ ഒരു മിസ്റ്റേക്സ് ലൂസിഫറിൽ നിന്നും എമ്പുരാൻ ചിത്രത്തിലേക്ക് എത്തിയപ്പോൾ സംഭവിച്ചിട്ടുണ്ട് എന്നത് ഉറപ്പാണ്. സോ ഇങ്ങനെ ഏജിലെ എല്ലാ മിസ്റ്റേക്സിനും കാരണമായത് എമ്പുരാനിൽ സ്റ്റീഫന് 60 വയസ്സുണ്ട്, പ്രിയദർശിനി രാംദാസിന് 58-59 വയസ്സുണ്ട്, ജെദിൻ രാംദാസിന് 50 വയസ്സുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ മിസ്റ്റേക്സിനും നമുക്ക് കാരണമായി പറയാനുള്ളത് 1981 സ്റ്റീഫൻ നെടുമ്പള്ളിയെ കാണിച്ചപ്പോൾ അയാൾക്ക് അന്ന് തന്നെ ഇത്രയും പ്രായമുണ്ട് എന്ന് കാണിച്ചു പോയതുകൊണ്ടാണ്. അല്ലാതെ ലൂസിഫർ എന്ന സിനിമ മാത്രം വെച്ച് നോക്കുമ്പോൾ അവിടെ യാതൊരു മിസ്റ്റേക്കും വന്നിട്ടില്ല. അതായത് ലൂസിഫറിൽ ഫാസിലിന്റെയും മറ്റും ക്യാരക്ടറുകൾ പറയുന്ന കണക്കുകൾ അനുസരിച്ച് 1981 സ്റ്റീഫൻ നെടുമ്പള്ളിക്ക് 10 വയസ്സ് മാത്രമാണ് വരേണ്ടിയിരുന്നത്. എന്നാൽ എമ്പുരാനിൽ എത്തിയപ്പോൾ 1981 തന്നെ സ്റ്റീഫൻ നെടുമ്പള്ളിക്ക് അതിലും 8-10 വയസ്സ് കൂടുതലുണ്ടെന്ന് കാണിക്കുന്നു. ആ ഒരു 8-10 വയസ്സിന്റെ മിസ്റ്റേക്കാണ് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കാര്യത്തിലും ജെദിൻ രാംദാസിന്റെ കാര്യത്തിലും പ്രിയദർശിനിയുടെ കാര്യത്തിലും ജെദിനും സെയ്ദ് മസൂദുമായിട്ടുള്ള ഏജ് ഡിഫറൻസിലുമെല്ലാം ഈ 2 സിനിമയിലും നമുക്ക് കാണാനായി സാധിക്കുന്നത്. ഇനി ഈ മിസ്റ്റേക്സ് അവർക്ക് എങ്ങനെ ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു എന്ന് നോക്കിയാൽ 1981 നമ്മുടെ കണക്കൂട്ടലനുസരിച്ച് സ്റ്റീഫൻ നെടുമ്പള്ളിക്ക് 10 വയസ്സ് മാത്രമാണ് വരുന്നത്. എന്നാൽ ചിത്രത്തിൽ 18-20 വയസ്സിന് മുകളിലുള്ള ഒരാളായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1981 പകരം ഒരു 10 വർഷങ്ങൾ കഴിഞ്ഞ് 1991 ഈ ഒരു ക്യാരക്ടറിന് ഇത്രയും ഏജ് ഉള്ളതെന്ന് കാണിക്കുകയാണെങ്കിൽ സ്റ്റീഫൻ നെടുമ്പള്ളിക്ക് അപ്പോൾ 18 വയസ്സുണ്ടെന്ന് കണക്കൂട്ടി നോക്കുകയാണെങ്കിൽ അയാൾ 1963 പകരം 1973 ജനിച്ചു എന്ന് വരികയും അതനുസരിച്ച് പ്രസന്റിൽ സ്റ്റീഫൻ നെടുമ്പള്ളിക്കും ജെദിൻ രാംദാസിനും പ്രിയദർശിനി രാംദാസിനും ഒരു 10 വയസ്സിന്റെ ഡിഫറൻസ് വരികയും അങ്ങനെ എമ്പുരാനിൽ സ്റ്റീഫൻ നെടുമ്പള്ളിക്ക് 60 പകരം 50 വയസ്സും ജെദിന് 50 പകരം 40 വയസ്സും പ്രിയദർശിനി രാംദാസും 60 അടുക്കുന്നതിന് പകരം 50 വയസ്സിലേക്ക് എത്തുന്നതായിട്ടും വരും. കാരണം ഇവർ 3 പേരുമാണ് സഹോദരങ്ങളായി വരുന്നതും സ്റ്റീഫന്റെ വയസ്സ് വെച്ചുകൊണ്ട് നമ്മൾ ബാക്കി 2 പേരെ കണക്ക് കൂട്ടിയതും. സെയ്ദിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സെയ്ദും ജെദിൻ രാംദാസുമായി നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് 10-11 വയസ്സിന്റെ ഡിഫറൻസ് വരുമെന്നാണ്. എന്നാൽ ജെദിന് ഇങ്ങനെ ഒരു 10 വയസ്സ് കുറയുന്നത് കൊണ്ട് തന്നെ അവരുടെ 2 പേരുടെ ഏജും ഏകദേശം സിമിലർ ആയി തന്നെ വരികയും ചെയ്യും. സോ ഇത്രയുമാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു മിസ്റ്റേക്ക് അത്ര വലിയൊരു മിസ്റ്റേക്ക് ആണെന്നും സിനിമയെ അത് മൊത്തത്തിൽ ബാധിച്ചിട്ടുണ്ട് എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. എന്നിരുന്നാലും ഈ സിനിമയിൽ ഇങ്ങനെ വർഷങ്ങളും മറ്റും എടുത്ത് കാണിച്ചിരിക്കുന്നത് കൊണ്ട്
പല പ്രേക്ഷകർക്കും അത്തരത്തിൽ പല കൺഫ്യൂഷൻസും ഉണ്ടാകുന്നത് കൊണ്ടാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻസ് തരണമെന്ന് ഞാൻ കരുതിയത്. സോ ദാറ്റ്സ് ഇറ്റ്. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ പെടുത്തുക. നമുക്ക് അടുത്തൊരു എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.